ലോകത്ത് ഒരിക്കലും നീക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന കല്ലുകൾ, പക്ഷേ 5000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അവയെ കിലോമീറ്ററുകൾ അകലെ നിന്ന് കൊണ്ടുവന്നതാണ്. ചക്രവും ഇരുമ്പും ഇല്ലാത്ത കാലത്ത് ആരാണ് ഇവയെ നയിച്ചത്? എന്തിനാണ് ഈ കല്ലുകൾ വൃത്താകൃതിയിൽ നിർത്തിയിരിക്കുന്നത്? ഇതൊരു ക്ഷേത്രമാണോ, ഒരു കലണ്ടറാണോ, അല്ലെങ്കിൽ മനുഷ്യൻ ഇന്നും മനസ്സിലാക്കാത്തൊരു രഹസ്യമുണ്ടോ? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ലോകത്തിലുള്ള റോക്ക് ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. സമയമൊട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോ തുടങ്ങാം. നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ കല്ലാണ് സ്റ്റോൺഹെഞ്ച് എന്ന് പറഞ്ഞ കല്ലുകൾ. സ്റ്റോൺഹെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ വിൽറ്റ്ഷയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു വലിയ ശൂന്യമായ പാടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന കല്ലുകൾ. ആയിരക്കണക്കിന് വർഷങ്ങളായി കാറ്റും മഴയും കൊണ്ട് ഈ കല്ലുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്നാൽ ഇത്രയും വലിയ ഈ കല്ലുകളിനെ വൃത്താകൃതിയിൽ ആരാണ് ഉണ്ടാക്കിയത്? സ്റ്റോൺഹെഞ്ച് ഒറ്റ സമയത്ത് ഉണ്ടാക്കിയ ഒരു കല്ലല്ല. ഇത് 3 ഘട്ടങ്ങളായി നിർമ്മിച്ച ഒരു കല്ലാണ്. ഏകദേശം 3000 BC മുതൽ 2000 BCന്റെ ഇടയിലാണ് ഈ കല്ലുകളിനെ നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ അന്ന് ഇരുമ്പും ചക്രവും പിന്നെ കുതിരയും ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഇരുമ്പും ചക്രവും കുതിരയുടെ ഉപയോഗവും ഒന്നും ഇല്ലാതെ ഇത്രയും വലിയ കല്ലുകളിനെ അവ എങ്ങനെ നീക്കി എന്നാണ് ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇനി നമ്മൾ ഈ കല്ലുകളുടെ വലുപ്പവും ഭാരത്തിനെയും കുറിച്ച് നോക്കാൻ പോവുകയാണ്. സ്റ്റോൺഹെഞ്ചിലെ ഓരോരോ കല്ലിനും 25 മുതൽ 40 ടൺ ഭാരമാണ് ഉള്ളത്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 20 അടി വരെ ഉയരമുണ്ട്. ഇതിൽ ചില കല്ലുകൾ വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. വെയിൽസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോൺഹെഞ്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 240 കിലോമീറ്ററുകൾ അകലെ നിന്നാണ് ഈ കല്ലുകളിനെ കൊണ്ടുവന്നത്. ഇത്രയും ഭാരമുള്ള കല്ലുകളിനെ ചക്രവും കയറും ഉപയോഗിക്കാതെ നീക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അവർ പറയുന്നു, മരത്തടികൾ, കയറുകൾ, മനുഷ്യശക്തി, പിന്നെ വർഷങ്ങളോളം നീണ്ടുനിന്ന പരിശ്രമം, ഇതൊക്കെ കൊണ്ടാണ് ഈ സ്റ്റോൺഹെഞ്ച് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു വ്യക്തമായൊരു തെളിവും അവർക്കില്ല. അതുകൊണ്ടാണ് സ്റ്റോൺഹെഞ്ച് ഇന്നും ഒരു വലിയ മിസ്റ്ററി ആയി തുടരുന്നത്. പക്ഷേ ചില ആൾക്കാർ സ്റ്റോൺഹെഞ്ചിനെ ഒരു കലണ്ടറായിട്ടാണ് പറയുന്നത്. അതായത് സമ്മർ സോൾസ്റ്റൈസ്, അതായത് ജൂൺ 21 വിന്റർ സോൾസ്റ്റൈസ് ഡിസംബർ 21. ഈ ദിവസങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കല്ലുകളുടെ ഇടയിൽ പെർഫെക്റ്റ് അലൈൻമെന്റിൽ കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി ഇത് യാദൃശ്ചികമാണോ, അതോ പണ്ട് കാലത്തെ മനുഷ്യന്മാർ അന്തരീക്ഷത്തിലുള്ള ഗ്രഹങ്ങളിനെയും നക്ഷത്രത്തിനെയും നിരീക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു യന്ത്രമാണോ? എന്നാൽ ഇവിടെ പരിശോധിച്ച ആർക്കിയോളജിസ്റ്റ് പറയുന്നത് ഇവിടെ കുറച്ച് ആചാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മരിച്ചവരിനെ അടക്കം ചെയ്യാറുമുണ്ട് എന്നാണ് പറയുന്നത്. ആത്മീയ ചടങ്ങുകൾ നടത്തിയിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് നിന്ന് ആർക്കിയോളജിസ്റ്റുമാർക്ക് മനുഷ്യന്റെ ആസ്തികൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ബലികൾ നൽകിയതായി സൂചനകളുമുണ്ട്. അതായത് ഇനി ചിലപ്പോൾ ഇതൊരു പുണ്യസ്ഥലം അല്ലെങ്കിൽ വല്ല അമ്പലമോ ആയിരിക്കുമോ? അടുത്ത ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഈ സ്റ്റോൺഹെഞ്ചിന് എത്ര പഴക്കമുണ്ട് എന്നാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് പഴക്കമാണ് ഈ സ്റ്റോൺഹെഞ്ചിനുള്ളത്. അതായത് ഈജിപ്തിലെ പിരമിഡ്സിനേക്കാൾ പഴയതും യേശു ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തുമാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. ഈ സ്റ്റോൺഹെഞ്ചിനെ പോലെ തന്നെ ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു. ഈ സ്റ്റോൺഹെഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? ഇതിനെ ആരായിരുന്നു നിർമ്മിച്ചത്? ഈ കല്ലിനെ ഇങ്ങനെ നിർത്തിവെക്കാനുള്ള പരിശ്രമം എന്തായിരുന്നു? ഇനി അടുത്ത റോക്ക് ഫോർമേഷനെ കുറിച്ച് നോക്കാം. ഒരു ദിവസം നിങ്ങൾ ഒരു കടൽ തീരത്ത് നടക്കുന്നു. നിങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് പൂർണ്ണ വൃത്താകൃതിയിലുള്ള ഭീമൻ കല്ലുകൾ പ്രത്യക്ഷപ്പെടുന്നു. അവയെ കണ്ടാൽ ഒരു മനുഷ്യൻ വെച്ചതുപോലെ തോന്നും, പക്ഷേ മനുഷ്യൻ വെച്ചതുമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ മണ്ണിനുള്ളിൽ വളർന്നു വരുന്ന കല്ലുകൾ. ഇത് എങ്ങനെയാണ് സാധിച്ചത്? ഇതാണ് മൊയ്റാക്കി ബൗൾഡേഴ്സ്. ഈ മൊയ്റാക്കി ബൗൾഡേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇവ സ്ഥിതി ചെയ്യുന്നത് ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡ് കോയിക്കോയ് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. ഇതൊരു സാധാരണ ബീച്ചല്ല. കാരണം ഇവിടെ കടൽ തീരത്ത് 50ലധികം ഭീമൻ വൃത്താകൃതിയിലുള്ള കല്ലുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ കല്ലുകളുടെ പ്രത്യേകതയെ കുറിച്ച് നോക്കാം. ഈ കല്ലുകൾ 1 മുതൽ 7 ടൺ വരെയാണ് ഇവയുടെ ഭാരം. 2 മീറ്റർ വരെ ഇവയുടെ വ്യാസവും ഉണ്ട്. അത് മാത്രമല്ല ഈ കല്ലുകൾ നിയർലി പെർഫെക്റ്റ് സ്ഫിയർ ആണ്. അതായത് ഈ കല്ലുകൾ പൂർണ്ണ വൃത്താകൃതിയിലാണ്. ഇത് കണ്ടാൽ ആദ്യമായി തോന്നുന്നത് ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ എന്നാണ്.
പക്ഷെ ശാസ്ത്രം പറയുന്നു ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല. മൊയ്റാക്കി ബൗൾഡേഴ്സിന് ഏകദേശം 60 മില്യൺ വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതായത് 6 കോടി വർഷങ്ങൾ പഴകിയതാണ് ഈ കല്ലുകൾ. 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പോലും ഇല്ല, മൃഗങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ രൂപം തന്നെ വ്യത്യാസമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരും, ഈ കല്ലുകൾ ആരാണ് ഉണ്ടാക്കിയത്? എന്നാൽ നമുക്ക് ഇതിനെക്കുറിച്ച് സയൻസ് എന്താണ് പറയണത് എന്ന് നോക്കാം. ഈ കല്ലുകൾ കോൺക്രിയേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടത്. അതായത് കല്ലിന്റെ അടിത്തട്ടിലെ ചെറു മണൽ കണങ്ങൾ വർഷങ്ങളോളം കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ചേർന്ന് പതുക്കെ പതുക്കെ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് വളരാൻ തുടങ്ങും. ഇതിനർത്ഥം ഈ കല്ലുകൾ മനുഷ്യൻ നിർമ്മിച്ചതല്ല, പക്ഷേ കല്ലുകൾ സ്വയം വളർന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കല്ലുകൾക്ക് ഇത്രയും പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയത്? ഇതാണ് ഇവിടുത്തെ മിസ്റ്ററി. കാരണം പ്രകൃതിയിൽ പെർഫെക്റ്റ് സിമിട്രി അപൂർവമാണ്. പക്ഷേ എന്നാൽ സയന്റിസ്റ്റുമാർ പറയുന്നത് പ്രഷർ എല്ലാ ദിശയിൽ നിന്നും ഈക്വൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ കല്ലുകൾ ഇത്രയും വൃത്താകൃതിയിൽ രൂപപ്പെട്ടത്. എന്നാലും എല്ലാ സയന്റിസ്റ്റിനും ഇതിൽ യോജിപ്പുമില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കല്ലുകൾ മുഴുവനായും മണ്ണിനുള്ളിലായിരുന്നു. വർഷങ്ങൾ കടന്നു പോയപ്പോൾ മഴ, കടൽ തിരമാലകൾ, ഇറോഷൻ ഇവയെ പതുക്കെ പതുക്കെ പുറത്തേക്കെടുത്തു. നാം ഇന്ന് കാണുന്നത് ഒരു നാച്ചുറൽ എക്സ്കാവേഷൻ ആണ്. ഒരു കടൽ തീരത്ത് ആയിരക്കണക്കിന് സമാന വലുപ്പത്തിലുള്ള ഷട്കോണമാകൃതിയിലുള്ള കല്ലുകൾ ഒരു യന്ത്രവും ഉപയോഗിക്കാതെ ഇത്രയും പെർഫെക്റ്റ് ജോമെട്രിയിൽ. ഇത് പ്രകൃതിയാണോ ഇതിന് നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഒരു ഭീമൻ ചവിട്ടി പണിത കൽപ്പാലമാണോ? ലോകത്തെ ഇന്നും വാദിക്കുന്ന ഈ അത്ഭുതം ജയൻസ് കോസ്വേ ആണ്. ജയൻസ് കോസ്വേ സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ അയർലൻഡിലെ ആൻഡ്രിം കോസ്റ്റിലാണ്. അറ്റ്ലാന്റിക് ഓഷ്യന്റെ തീരത്ത് കടലും പാറയും തമ്മിൽ ഒരു ഏലിയൻ പ്ലാനറ്റ് പോലെയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ഇവിടെ 40,000-ത്തിലധികം ബസാൾട്ട് കോളംസ് ആണുള്ളത്. എല്ലാം അടുത്തടുത്തായി ഒരു നാച്ചുറൽ മൊസൈക്ക് പോലെയാണ് തോന്നുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കല്ലുകളുടെ ആകൃതി ഹെക്സാഗോൺ ഷേപ്പിലാണ് ഉള്ളത്. ഈ പാറകൾക്ക് മിക്കതും 6 സൈഡാണുള്ളത്, ചിലത് 5, 7 അല്ലെങ്കിൽ 8 സൈഡും. ചോദ്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ജോമെട്രി പഠിച്ചിരുന്നോ? ഇത് കണ്ടാൽ മനുഷ്യൻ പണിതതാണ് എന്നാണ് തോന്നുന്നത്. എന്നാൽ ജയൻസ് കോസ്വേക്ക് ഏകദേശം 60 മില്യൺ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഡൈനോസറിന്റെ കാലഘട്ടത്തിന് ശേഷം മനുഷ്യൻ ഉണ്ടാകുന്നതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കല്ലുകൾ ഉണ്ടായിരിക്കുന്നത്. അതിനർത്ഥം ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതല്ല എന്നാണ്. ഇതിനെക്കുറിച്ച് സയൻസ് എന്താണ് പറയണതെന്ന് നമുക്ക് നോക്കാം. സയന്റിസ്റ്റ് പറയുന്നു, ഈ കല്ലുകൾ ഉണ്ടായിരിക്കുന്നത് 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ മാസീവ് വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചൂടുള്ള ലാവ വേഗത്തിൽ തണുത്തപ്പോൾ ലാവ കോൺട്രാക്ട് ചെയ്തു. അതിന്റെ ഫലമായി ക്രാക്സ് ഉണ്ടായി. ഈ ക്രാക്സ് എല്ലാം നാച്ചുറലി ഫോംഡ് ഹെക്സാഗോണൽ പാറ്റേൺസിലാണ് ഉണ്ടാവുന്നത്. ഇതാണ് സയൻസിന്റെ ഉത്തരം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ലാവ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്റ്റും ഇത്രയും ഹെക്സാഗോൺ ഷേപ്പിലൊന്നും ലാവ ഒരു കല്ലായി മാറിയിട്ടില്ല. അതുകൊണ്ട് സയൻസ് എക്സ്പ്ലനേഷൻ അംഗീകരിച്ചാലും ഇവിടത്തെ മിസ്റ്ററി മാറുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച കല്ലുകളെല്ലാം പ്രകൃതി നിർമ്മിച്ചതാണോ, അതോ ഇതിന്റെ പിന്നിൽ മനുഷ്യന്റെ കൈകളുണ്ടോ? മനുഷ്യനെ കുറിച്ച് അറിയാത്ത ചരിത്രം നമ്മൾക്കുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യൂ. ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായി. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.